ചോദിച്ചു നിന്റെ ആരാ മുറിവ് തന്തേരായി ചോദിക്കുന്നത് നാളെ പറഞ്ഞു തന്തേരായി ഉണ്ടെങ്കിൽ കൈ വെച്ചേ ഇങ്ങോട്ട് ചോദിക്കുന്നത് തന്തേരായിയാ കേട്ടോ എന്താ മേടിക്കാനാ കുറെ ആൾമാര് വന്നിട്ട് തന്തേരായി പറഞ്ഞുണ്ടാക്കുന്നു അതായത് വരുന്നതെന്ന് പറയുന്നത് ഏതാണ് തന്തേരായി പറയുന്നത് തന്തേരായി കൊണ്ട് നടക്കുന്ന കുറെ ആൾമാരും ഇവിടെ കണ്ടവന്മാരൊന്നും ഓട്ടോക്കാരനെയും പഞ്ചനെയൊന്നും ഇവിടെ കയറ്റി വെക്കേണ്ട കാര്യമില്ല കണ്ട ഓട്ടോക്കാരനെ ഒന്നും ഇവിടെ കയറ്റി വെക്കേണ്ട കാര്യമില്ല ഓട്ടോക്കാരനെ ഒന്നും അതാ ഇവിടെ കേക്ക് എന്റെ ആയാലും പറഞ്ഞിട്ട് വെക്കേണ്ട ഒരു കാര്യമില്ല കണ്ട ഓട്ടോക്കാരന്മാരൊന്നും ഓട്ടോ വിളിച്ച് പോയിട്ടാണ് ഓട്ടോ കൂലി കൊട്ടാ വരുന്നത് അല്ലാതെ അവനെ ഇവിടെ പിടിച്ചു വെക്കുമല്ലോ ഒരു ഓട്ടോക്കാരനെ ഒന്നും പിടിച്ചു വെക്കേണ്ട കാര്യമില്ല കണ്ട ഓട്ടോക്കാരൻ കൈ പിടിച്ചിരിക്കാൻ എന്തുവാണ് ഓട്ടോക്കാരനെ കയ്യെ പിടിച്ചങ്ങ് നടത്തുകയാണ് രാജമ്മ ഓട്ടോക്കാരന്റെ കൈ പിടിച്ച് നടത്തുകയാണ് പോലീസുകാർ വന്നപ്പം ചാടി ഫ്രണ്ടിച്ചല്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സമ്മതിക്കാം അങ്ങനെ ആരും സമ്മതിച്ചുകൊണ്ടില്ല പിന്നെ ഓട്ടോക്കാരൻ മുരളി എന്തിനാണെന്ന് ചോദിക്കേണ്ട കാര്യം എന്തുവാ നിങ്ങളല്ലേ പന്തലായി ചോദിച്ചത് നേരെ പന്തലായി ചോദിച്ചത് മര്യാദയുള്ള കാര്യം ചോദിച്ചത് അതുകൊണ്ട് ഇനി നമുക്ക് അവൻ ഇവിടെ കേറത്തില്ല ഇവിടെ കേറത്തില്ല അവനെ ഇവിടെ ഇനി കേൾക്കത്തില്ല ഈ പഠിക്കൽ കേറത്തില്ല പിന്നെ അവനെ ഇവിടെ കേൾക്കത്തില്ല ഇതിന്റെ പഠിക്കൽ കേട്ടില്ലാണ് ഇല്ല അവനെ ഇവിടെ കേൾക്കത്തില്ല മുരളിയെ വിളിച്ചില്ല ഒക്കത്തില്ലല്ലോ മുരളി ആരാണ് മുരളി അല്ല ആരാ പലരെ ഓട്ടാണ് ഓരോരുത്തരെ മാത്രമല്ല വിളിക്കുന്നത് പലരെ ഇവിടെ വരുന്നത് തോന്നുന്നത് അല്ലാതെ പുരളി മാത്രം ഇവിടെ വെച്ചങ്ങ് പ്രതീക്ഷിക്കുന്നില്ല പുരളി ഇവനാരാ പുരളി എങ്ങാണ്ട് കേട്ട പട്ടി അവർ ചാടി വന്നിരിക്കണോ എംപയർമാർ വന്ന് വർത്താനം വന്നിട്ട് പോയോ ഇങ്ങനെ വരിക നടക്കാതെ ഇങ്ങനെ എന്റെ മോൻ കവന്മാരെ പോലെ പണ്ടിങ്ങനെ ഹെൽമെറ്റ് വെച്ച് ഇങ്ങനെ മോന്റെ അറിയാതിരിക്കാൻ ഇങ്ങനെ വരികയായിരുന്നു അതുപോലെ എന്റെ മോനിങ്ങനെ ഹെൽമെറ്റ് ഒന്നും ഊരാതിന് വരിക ആൾമാറാട്ടം നടത്തില്ല അവൻ മാസ്ക് വെച്ച് പോണ പോലെ അങ്ങനെ ആരാണ്ട് ആണുങ്ങൾ ഇവിടെ വരുന്നത് അറിയിക്കാൻ അവന്റെ എല്ലാം എന്റെ ഇരിക്കൊണ്ട് കള്ളന്റെ കൂട്ട് ഹെൽമെറ്റ് ഊരത്തില്ല ഊരാതെ ഇങ്ങനെ വരുന്നത് അവരോട് വന്നിട്ടില്ല പാലം കൊണ്ടാണ് വരുന്നത് പാലം കൊണ്ട് വന്നാൽ സിനിമയ്ക്ക് വെച്ചിട്ടാണ് പോകുന്നത് ദൈവമല്ല പാലം കൊണ്ട് വന്നാൽ ചിലവും പഠിക്കാൻ വെച്ചിട്ടാണ് പോകുന്നത് ഹെൽമെറ്റ് ഊരാൻ സമയമില്ല വണ്ടിയിൽ തന്നെ പോവാം ഹെൽമെറ്റ് ഊരാൻ നേരമില്ല കളക്ടർ ആയതുകൊണ്ട് നേരമില്ല അവനവന്റെ കാര്യത്തിന് പോകണം കളക്ടർ വരാനും കളക്ടറാവും പഠിച്ചാലാവും അവൻ ഈ ജന്മത്തിൽ കളക്ടർ ആവത്തില്ല എഴുതി ഒപ്പിട്ട് തരാം അയ്യോ ഒരു ഈശ്വര വിശ്വാസമുള്ള ഒരാള് ഈശ്വരനെ തീരുമാനിച്ചുള്ള വിശ്വാസം ആരെയാണോ എന്തോ തീരുമാനിക്കുന്നത് കൊണ്ട് മോളെ ചതിക്കും ഇളയെ മോക്കുണ്ടാക്കി കൊടുക്കാൻ ജോസ്കോയിലെല്ലാം പോയി കുട്ടിയിരുന്ന് നമ്മളെ 18 വർഷം മയറ്റിയിട്ട പന്നറ്റിയായി വിട്ടിരിക്കുന്നത് ഇവരാണ് നമ്മുടെ ജീവൻ നശിപ്പിച്ചത് ഒറ്റ എന്റെ ജീവൻ നശിപ്പിച്ചത് രണ്ടാമത്തെ എല്ലാം പോയി ആത്മഹത്യയിലേക്ക് ഉണ്ടായിട്ട് നീ ഒറ്റ ആകിവേ നീ ആ ഒറ്റ എന്റെ ജീവൻ നശിപ്പിച്ചത് എന്നെ അവിടെ കൊണ്ടിട്ട് ജീവൻ നശിപ്പിച്ചു നിനക്ക് 10,000 ജന്മം നീ ഇതിന് ഇതാക്കും നീ 10,000 ജന്മം ആലഞ്ഞ് നടത്തിയില്ലെങ്കിൽ ദൈവം നിന്നെ വെറുതെ കിടത്തില്ല നീ അതുപോലെ നീ എന്നെ ചെയ്തിട്ടുണ്ട് അല്ല നീ നോക്കിക്കോ നിന്റെ പറഞ്ഞ കുടുംബം നിന്റെ വലിയത്ത് പറഞ്ഞ പോലെ പന്നപ്പെണ്ണുങ്ങൾ നടക്കാറില്ല കണ്ടവരെ ഇതാക്കാൻ അവിടെ ചിലരെ വിചാരിച്ച് എന്നെ അങ്ങ് റെഡിയാക്കണം അവിടെ ഭർത്താവും കൂടെ എന്റെ അച്ഛനെ വിളിച്ചു കത്തി കൊന്നവിടെ തിന്നതുപോലെ അവിടെ ആ കൊന്നു തിന്ന് എന്റെ അച്ഛനെ അവിടെ കൊണ്ടുപോയി നിർത്തി
അവള് അവരിതെല്ലാം കൊടുത്ത് എന്റെ അച്ഛനെ കൊന്നു തിന്ന പഞ്ഞിട്ട് കള്ളിയാണ് ജലജയെന്ന് പറയുന്ന മുഴുവൻ ആ ജലജയെന്ന് പറയുന്ന മുഴു കള്ളിയെ കണ്ട് എന്റെ അച്ഛനെ അവിടെ പിടിച്ചു നിർത്തി എന്റെ അതിനകത്ത് കുറെ കിടന്ന് എന്റെ അച്ഛന് അതുമെല്ലാം കളച്ചിക്കൊട്ട് കൊല വിളിച്ചവള് എങ്ങാണ്ട് കെട്ട കഴിയുമ്പോ സ്വന്തം മക്കളെ വരെ കൊണ്ടുപോയി 18 ഇവനെ പോലെ സുബ്രഹ്മണ്യനെ പോലെ 3 കോടിയൊക്കെ അടിക്കാന് ഇവളെന്നെ കൊണ്ടിട്ട് 18 ദിവസം ബോധം കെടുത്തിയിട്ട് ഇവള് തിന്നളാ ഇവള് 18 ദിവസം കൊണ്ട് ബോധം കെടുത്തിട്ട് തിന്നളാ ഇവള് നീയാണോ അമ്മയാ പോലും ഇവിടെ അമ്മ പോലും എന്റെ ജീവിതം നശിപ്പിച്ചവളാ ഈ അമ്മയെന്ന് പറയുന്നവള് എന്റെ ജീവിതം നശിപ്പിച്ചത് കണ്ടാനൊക്കെ പറയുന്നത് ജോസ്കോയും അവിടെ ഇവിടെ എന്നോട് ആ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് തരാൻ കൊച്ചിന്റെ അമ്മ കുറെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞതല്ല എഴുതി തരാമെന്ന് പറഞ്ഞതാ നല്ലപോലെ പറഞ്ഞതാ നിന്റെ ഇളയ മോളാ അങ്ങനെ ആണുങ്ങളുടെ കൂടെ പോയി വേശ്യാവൃത്തി ചെയ്തേച്ച് അവനെ കൊന്നു കൊലവിളിച്ച് തിന്നത് നിന്റെ മോളാ വേശ്യാവൃത്തി ചെയ്ത് അവരുടെ കൂടെ വേശ്യാവൃത്തി പത്തിന് വേണ്ടി പോയത് നിന്റെ മോളാ പണത്തിന് വേണ്ടി പോയത് പാനവിറ്റത്തെ പണത്തിന് വേണ്ടി പോയ നിന്റെ മോളാ പോയത് വേശ്യാവൃത്തി ചെയ്ത് കുലനീളോടെ വേശ്യാവൃത്തി ചെയ്ത് പണത്തിന് വേണ്ടി പോയിട്ട് പണത്തിന് വേണ്ടി മാത്രം പോയി വേശ്യാവൃത്തി ചെയ്ത് അവന്റെ പണമെല്ലാം കൊണ്ട് പോകുന്നു അവന്റെ സ്വത്ത് വരെ മോട്ടിച്ചുകൊണ്ട് പോകുന്നു സ്വത്ത് വരെ അപ്പൊ ആണുങ്ങളെ പൈസ കണ്ടവന്റെ പൈസ നിന്റെ മോളെ വാങ്ങിക്കാൻ പോയി ഒരുത്തനെ ഒരു ബ്രാഹ്മണനെ തേടി പിടിച്ച് അവനെ കൊന്നു കൊലവിളിച്ച് അവന്റെ 3 സെന്റും അവനുണ്ടായിരുന്ന എല്ലാം വിറ്റ് പെറുക്കി അവനെ കൊന്നു കൊലവിളിച്ച് നാട്ടുകാർക്കെല്ലാം അറിയാം മുക്കുവിനെ കൊന്നു തിന്നാൻ ഇങ്ങനെ നടക്കുമല്ലോ ഇവിടെ ഭർത്താവിനെ കൊന്നു തിന്നേച്ച് കെട്ടി തൂക്കിയത് നാട്ടുകാർക്കെല്ലാം അറിയാം വിഷം ഒഴിച്ച് വായി കൊടുത്തേച്ച് കെട്ടി തൂക്കിയത് നാട്ടുകാർക്കെല്ലാം അറിയാത്തൊന്നുമല്ല അല്ല നാട്ടുകാരാ പറയുന്നത് ഞാനും പോയതാ പോസ്റ്റ്മോർട്ടം നടത്താൻ പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല അതെന്താ കള്ളലായതുകൊണ്ടാ പോസ്റ്റ്മോർട്ടം നടത്താഞ്ഞത് തന്നെ ആക്കി ഇതുപോലെ എന്നെ ഇവർ തന്നെ ആക്കി കൊല്ലാൻ നോക്കി നടന്നില്ല അതുപോലെ അവനെ തന്നെ ആക്കി കൊന്ന പോലെ എന്നെ തന്നെ ആക്കി ഒത്തിരി കൊല്ലാൻ നോക്കി ഇവന്മാര് സുബ്രഹ്മണ്യനും കുറെ അവന്മാരെല്ലാം കൂടെ എന്നെയും തന്നെ ആക്കി ഇവരെ കൊല്ലാൻ നോക്കി തന്നെ ആക്കി കൊല്ലാൻ നോക്കി എന്നെ തന്നെയാക്കി കൊല്ലാൻ നോക്കി തന്നെയാക്കി ഇവിടെ 2019 ഇതുപോലെ മുരളിയെ തന്നെയാക്കി കൊന്നതുപോലെ എന്നെ ഇവിടെ തന്നെയാക്കി കൊല്ലാൻ നോക്കി മുരളി ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം മുരളി കെട്ടിത്തൂക്കി സാമ്പത്തിക ബാധ്യത കാരണം മുരളി കെട്ടിത്തൂക്കി അതുപോലെ എന്നെയും അവരുണ്ടാക്കി സാമ്പത്തിക ബാധ്യത ഞാൻ എന്റെ വസ്തു തന്നെ എഴുതിവെച്ചെന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കടയിൽ കള്ളയൊപ്പിടുന്ന സുബ്രഹ്മണ്യൻ കഥയുണ്ടാക്കിയതാ കള്ളയൊപ്പിട്ട് കണ്ടവറയിൽ എടുക്കുന്ന സുബ്രഹ്മണ്യൻ ഇതുപോലെ കണ്ടവറയെല്ലാം സ്വത്ത് പിടിച്ചു പറിക്കുന്ന സുബ്രഹ്മണ്യൻ അതുപോലെ എന്റെ തട്ടിയെടുക്കാൻ നോക്കി സാമ്പത്തിക ബാധ്യത പോലും അവന്റെ സാമ്പത്തിക ബാധ്യത അവൻ വിചാരിച്ചെന്റെ പ്രമാണം ഇട്ടിരിക്കുന്നത് ഞാൻ രാമൂട്ടിനെ കുഞ്ഞുമോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചെന്നൊക്കെ വരുത്തി തീർത്ത് എന്നെ കൊന്നു കൊല കഴിക്കാൻ നോക്കി ഇതുപോലെ പക്ഷെ നടന്നില്ല എന്റെ പ്രമാണം എല്ലാം കോടതിയിൽ ഇരുന്നുകൊണ്ട് അവൻ നോക്കി കുറെ എന്റെ സ്വത്തുമകയെല്ലാം മോട്ടിച്ചെടുക്കാൻ നടക്കുക ഇങ്ങനെ കള്ളയൊപ്പിട്ട് ഇതുപോലെ സാമ്പത്തിക ബാധ്യത പറഞ്ഞ് കെട്ടിത്തൂക്കാൻ വിചാരിച്ചു സാമ്പത്തിക ബാധ്യത പോലെ സാമ്പത്തിക ബാധ്യത മൂലം സാമ്പത്തിക ബാധ്യത മൂലം എനിക്ക് തെളിയിക്കണോ ഞാൻ കോടതി കൊടുക്കുമല്ലേ 15,000 രൂപ ഇവര് വരുന്നത് എന്റെ അച്ഛന്റെ അന്ന് തെളിയിക്കാൻ എനിക്കറിയാം അല്ലാതെ വല്ലവരും അയച്ചിട്ടുണ്ടെങ്കിൽ അവൾ ജയിലിൽ കിടക്കും ആ വല്ലവരെ കൊണ്ട് ഇവർ അയച്ചിട്ട് അവൾ ജയിലിൽ